ഹായ് നമസ്കാരം, എല്ലാവർക്കും ഇപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു കുക്കീസ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് മൈദപ്പൊടിയും പിന്നെ റവയും പിന്നെ പാല്, പഞ്ചസാര, അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള കുക്കീസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അത് ഞാൻ ഫസ്റ്റ് ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നന്നായിട്ട് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 1 കപ്പാണ് എടുക്കുന്നത് മൈദപ്പൊടി. 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലൊരു 1/4 കപ്പ് നമ്മുടെ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് മൈദപ്പൊടിയിൽ 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പാണ് നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 1/2 കപ്പ് ഞാൻ ഇട്ടപ്പോൾ കുറച്ച് കൂടുതൽ പോലെ എനിക്ക് തോന്നിയിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു കുക്കീസിന്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലും കുറച്ച് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണ് നെയ്യാണ് ഞാൻ ചേർത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. കൈ വെച്ച് നന്നായിട്ട് ആ നെയ്യൊക്കെ എല്ലായിടത്തും ആണ പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ പാലാണ് ഒഴിക്കുന്നത്. ചൂടാക്കിയ പാലൊന്നുമല്ല കേട്ടോ, സാധാ പാലാണ്, തണുത്ത പാലാണ് ഞാൻ ഒഴിച്ചെടുത്തത്. എന്നിട്ട് പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തിക്കൊക്കെ മാവ് മിക്സ് ചെയ്യുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കയ്യിൽ കുറച്ചൊന്ന് എണ്ണ നമുക്ക് കൈ പരട്ടാം കേട്ടോ. അതിനുശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക ഈ മാവിൽ നിന്ന്. കുഞ്ഞു കുഞ്ഞു ബോൾസ് കേട്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസായിട്ട് എടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ കുറച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, കുറച്ച് ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതിൻ്റെ ഷേപ്പ് എങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഒരു ഫോർക്ക് എടുത്തിട്ട് ഈ മാവ് അതിൻ്റെ പുറമെ ഇങ്ങനെ ഇതേപോലെ ഞാൻ ചെയ്യണ പോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് കാണിക്കണ പോലെ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് അങ്ങോട്ട് മടക്കി എടുക്കാം, അറ്റത്ത് വരെയായിട്ട് എടുക്കാം കേട്ടോ. കണ്ടോ, ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഈ കുക്കീസ് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക ഈ കുക്കീസ്. അപ്പം ഞാൻ നേരത്തെ എല്ലാം ഇതേപോലെ തന്നെ എല്ലാ മാവും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇത്രയായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് ചൂടാക്കാം. എന്നിട്ട് ആ എണ്ണയിൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ, ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലായിട്ട് വെക്കാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഇതിൽ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കണ്ട കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. മാവൊന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടവും. ഇപ്പോൾ എൻ്റെ മോനിക്കിത് ഭയങ്കര ഇഷ്ടമുണ്ടോ. ഞാൻ അവനിക്ക് വേണ്ടിയാണ് ഇത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ മുട്ട അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ടും നന്നായിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ.